ഇല്ല നമ്മളെ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് നമ്മുടെ ഒരു വന്നൊരു പാഷൻ ഇന്ന് എത്ര പുതിയ ആൾക്കാർക്കുണ്ടെന്ന് അറിയില്ല. അറിയത്തില്ല. കാരണം നമ്മൾ ഈ രണ്ട് വഴക്ക് കിട്ടിയാലും നമ്മളെ എന്താണ് അവഗണിച്ചാലും ഒക്കെ നമ്മൾ നിൽക്കുമായിരുന്നു. അത് പഠിക്കുക പഠിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു ഫെയിം ആയി കഴിഞ്ഞു ഇഷ്ടംപോലെ സാധ്യതയല്ലേ ഇന്ന്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, എല്ലാത്തിലൂടെയും ഫെയിം ആവാം. അപ്പോൾ ഫെയിം അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ആ കഥാപാത്രം, അതിൻ്റെ സ്വഭാവം, ആ കഥാപാത്രം എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പലരും വരുന്നു, ഒരു ഫെയിം കിട്ടുന്നു, പോകുന്നു. അത് ശരിയാണ്. പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊന്ന് ബാക്കി ഫീൽഡ് പോലെ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ പൈസയും ഫെയിമും ഒരുപോലെ വരുന്നൊരു ആ ഫീൽഡാണ്. അപ്പം ആൾക്കാർ തിരിച്ചറിയും, അതൊരു വലിയൊരു സംഭവമാണ്. അതെ. അപ്പോൾ അത് അത് കിട്ടുമ്പോൾ അവരങ്ങ് പോവും. പോവും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും വരും. ആണ്. അത് ടൈം പാസ് പോലെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നതുകൊണ്ടാണ് മെയിൻലി അങ്ങനത്തെ ഒരു ആയിരിക്കാം. കാരണം നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ പക്ഷേ 3 മണിയൊക്കെ വീണ്ടും ആരൊക്കെ റീലായിട്ട് എടുത്തിട്ടുണ്ട്. അല്ല, അതാ എനിക്ക് തോന്നുന്നു പഴയതൊക്കെ ഇപ്പൊ റിഫ്രഷ് ആയിട്ട് വരുന്ന റീലായിട്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. സാഹചര്യം അതെ ഉണ്ട്. അതെ അതെ. നമ്മൾ സോഷ്യൽ മീഡിയ അഡാപ്റ്റ് ആകണം, ടെക്നോളജിക്കലി അതെ അഡാപ്ഷൻ വേണം. അതൊരു തീർച്ചയായിട്ടും. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? ഇല്ല നമ്മൾ ഈ ഇപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ സാങ്കേതിക വിദ്യയും ആണ്. ഓരോ ടൈപ്പ് മീഡിയയും വരും. അത് ഇനിയിപ്പം കുറച്ച് മാറും, വേറെ എന്തെങ്കിലും വരും. ഇപ്പം വെബ് സീരീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് സീരീസിന്റെ ഒരു കാലമാണ്. കാലഘട്ടമാണ്. ശരിയാ. അതുപോലെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ കണ്ടന്റ് വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ആണ്. അതുപോലെ വരും.